വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU നേതൃത്വത്തിൽ ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BKMU ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ച് സംഘടിപ്പിച്ചത്. BKMU ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU നേതൃത്വത്തിൽ ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടി BKMU സംസ്ഥാന സെക്രട്ടറി R. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്നിപ്പോൾ ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയോടുള്ള വിരോധം കൊണ്ടാണ് BBG റാംജി പദ്ധതി എന്ന പേരിൽ ആ പദ്ധതി വിഭാവന ചെയ്തത് എന്നാണ് വാർത്തകൾ വന്നത്. പക്ഷേ അതല്ല, മഹാത്മാഗാന്ധിയുടെ വിരോധം മാത്രമല്ല, ആ പദ്ധതി തന്നെ ഇല്ലാതാക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. നേരത്തെ 100 ദിന തൊഴിൽ കൃത്യമായി ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ 100 ദിന തൊഴിലില്ല. 60% പൈസ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ് 40% പൈസയും ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതി എന്ന തരത്തിലേക്ക് ആ പദ്ധതിയെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി ആ പദ്ധതി ഇനി നേരത്തെ നടന്നതുപോലെ നടക്കാൻ പോകുന്നില്ല. 100 ദിന തൊഴിൽ കൊടുക്കണം, അല്ലെങ്കിൽ 100 ദിവസത്തെ വേതനം കണക്കാക്കിയുള്ള നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതായിരുന്നു ആ പദ്ധതിയുടെ നിലവാരം. പക്ഷേ ആ പദ്ധതി ഇനിയിപ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയില്ല. സ്വാഭാവികമായി സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ 40% വിലയിരുത്തിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വിഹിതം എല്ലാ കൊല്ലവും വെട്ടിക്കുറയ്ക്കാറുണ്ട്. അങ്ങനെ വെട്ടിക്കുറച്ചാൽ സ്വാഭാവികമായി പദ്ധതി അവതാളത്തിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാൻ പോവുകയാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന BBG റാംജി പദ്ധതി പിൻവലിക്കുക, 200 ദിന തൊഴിലും 700 രൂപ വേതനവും നൽകുക, തൊഴിലാളി സാമൂഹ്യക്ഷേമ പെൻഷൻ 6000 രൂപയായി വർദ്ധിപ്പിക്കുക, കർഷക തൊഴിലാളികൾക്ക് ദേശീയ നിയമം കൊണ്ടുവരിക, തൊഴിലാളി ദ്രോഹ നിയമങ്ങൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് T. ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി B. ലാലി, സാറാമ്മ തങ്കപ്പൻ, T. പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു.